ഹായ് ഹലോ. അതെ, എല്ലാവരും കുറച്ച് ദിവസങ്ങളായി ഒരാളെ അന്വേഷിക്കുന്നുണ്ട്. കൈയിൻ്റെ മുകളിൽ കെട്ട് കണ്ടിട്ട് കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ കമൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനുള്ള സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതാണ് കുറച്ചും കൂടി നല്ലതെന്ന്. അപ്പം ദേ ഗൈസ്, കൈക്ക് പറ്റി ഇത്ര കണ്ടോ. ഇനി കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വിഷു ഒക്കെ അല്ലേ കഴിഞ്ഞത്. അപ്പൊ ഈ വിഷുവിന് വിൽക്കുന്ന പടക്കം ശരിക്കും അവർ ആത്മാർത്ഥതയോടുകൂടെ വിൽക്കുകയാണോ എന്നുള്ളത് ആർക്കായാലും സംശയം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ഓല ആത്മാർത്ഥമായിട്ടാണോ ആ പടക്കം വിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് പൊട്ടിച്ചു. വേറൊരു ഫോട്ടോ ഉണ്ട് ഗൈസ്. എന്താ പറയാ, വലിയ തിരിയൊക്കെ ആയിരുന്നു സംഭവം പറയുമ്പോ, പക്ഷേ എറിയാനുള്ള നേരം കിട്ടിയില്ല. ഇപ്പൊ പറയും ഉണങ്ങിട്ടോ. അതല്ല, ഇപ്പൊ പറയും ദൈവം കൊടുത്ത ശിക്ഷയാണ്. ദൈവം കൊടുക്കുക എങ്ങനെയൊന്നല്ല, പടക്കം കൂട്ടി ഓരോരുത്തരെ കയ്യിൽ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു നോക്കി. എന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അന്ന് മനസ്സിലാക്കി. അതും 38 രൂപയുടെ സാധന പൊട്ടുന്ന കയ്യിൽ നിന്ന്. ചെറിയൊരു ഡിസ്റ്റൻസ് പറഞ്ഞാല് എനിക്കൊന്ന് അതിനകത്തും ഡിസ്റ്റൻസ് ഒന്ന് പറഞ്ഞൂടാ, ചെറുത്. കാരണം ഈ അപ്പം വരലുണ്ടോ, ഈ അപ്പം വരലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. ഇവിടെ കല്ലിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ പിന്നത് ഇപ്പൊ ഉണങ്ങി. വിഷു എന്ന് പറയുമ്പോ 13-ാം തീയതി പറ്റിയതെന്ന് 19 അല്ലെന്ന്. ആ, അപ്പോ 6 ദിവസമായി. 6 ദിവസം കൊണ്ട് ഏകദേശം സെറ്റ് ആയിക്കുണ്ട്. ഇതുകൊണ്ട് ഗൈസ് രോമം കരിഞ്ഞു പോയി ഗൈസ്. രോഞ്ചാമൊക്കെ കരിഞ്ഞു പോയി. ഇവിടെ ഉണ്ട് ഒന്ന്. അവിടെയൊക്കെ എങ്ങനെ എത്തി? തീർച്ചയായും ഗൈസ് കാണിച്ചില്ല ഗൈസ്, കാണിക്കാൻ പോകുന്നു. ഇവിടെ മാത്രം ഒരു ഇത് കണ്ടോ, കറക്റ്റ് ശൂലത്തിന്. സംഭവം ശൂലം ഒന്ന് കാണിച്ചു തരാമോ? അത് ദൈവത്തിന് ഇഷ്ടാവാഞ്ഞിട്ടാ. ദൈവത്തിന് ഇഷ്ടാവാത്ത ശൂലത്തിന്റെ നടുക്ക് കുടുങ്ങി. അല്ല, നമുക്ക് എന്തെങ്കിലും. പിന്നെ എന്തായാലും വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തെറിത്താത്തേന്റെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കണ്ണടക്കിട്ട് നായിൻ്റെ മോയെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓൻ ഇന്നെ പറഞ്ഞിട്ടേ ഓന് അടങ്ങുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച് എന്തായിരുന്നു മാപ്പ് പറഞ്ഞു. ഞാൻ മാപ്പല്ല പറഞ്ഞത്, ഫോണിൽ വിളിച്ച് ഞാൻ കാര്യം ചോദിച്ചതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എനിക്കറിയാം. കാരണം വിവരമുള്ളവന് അത് മനസ്സിലാവും, ഫോണിൽ കൂടി നമുക്ക് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ച് ചെയ്യുന്ന നായിൻ്റെ മോനെ ഇനി തന്തയ്ക്കുണ്ടായതാണെങ്കിൽ ഇനി ഓളെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഞാൻ എൻ്റെ മുഖം വെച്ചിട്ട് എൻ്റെ മക്കളപ്പുറം പോയിട്ട് മറ്റേ കാർ എടുത്തപ്പോഴും അപ്പോഴൊക്കെ എനിക്ക് ചെയ്ത കാര്യവും, പിന്നെ ഞാൻ ആ കുണ്ടനടിക്കാൻ പോയിട്ട് പിടിച്ച കഥയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോൾ സ്വന്തം തന്തയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് കണ്ടവരടുത്തേക്ക് വന്നാൽ മതി. അത് മോന് കുറേ ഞാൻ തരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇങ്ങനത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാനാകുമ്പോൾ ഇനി ഓളെ ഊമ്പാ നടക്കുകയും ചെയ്തിട്ട് ഓളെ വർത്തമാനം കേട്ടിട്ട് നമുക്കിട്ട് താങ്ങാൻ നിൽക്കുക. ഇത് പറഞ്ഞ് ഞാൻ ശരിക്കും കഴിയാൻ തെരുത്താത്തതിൻ്റെ പുതിയ സ്റ്റെപ്പിനിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഒരു കണ്ണടയൊക്കെ ഇട്ടിട്ട് കുറേ പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് വരും ആശാൻ. ഓനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓന് തൃപ്തിയായില്ലേ? ഞങ്ങൾക്ക് വേറെയുള്ള മറുപടി ഞാൻ തരാം. എന്നെക്കെട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നില്ലേ? ആ തെരുത്തള്ളനെ ഇവൻ വിളിച്ചപ്പം ഇവൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തംബ്ലൈനോട്ടിട്ട് അവര് കൊടുത്തു. അതിൽ ഞാൻ കണ്ടിക്കില്ല മാപ്പ് പറയുന്നത്. പിന്നെ എനിക്ക് തെറി പറയാൻ അറിയാൻ